ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ചില പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പം, നമ്മൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പം, അല്ലെങ്കിൽ ആളുകൾ നമുക്കെതിരെ എന്തെങ്കിലും പറയുമ്പോഴൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്, എനിക്കെതിരെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന ആൾക്കാരാണോ? ദൈവവചനത്തിൽ നമുക്ക് കാണാം, ദാവീദിൻ്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ദാവീദ് സ്വന്തം മകനായ അബ്ശലോമിനെ പേടിച്ച് ഓടിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് 2 ശമൂവേലിലാണ് കാണുന്നത്. അപ്പോൾ 2 ശമൂവേൽ 16-ാം അധ്യായത്തിൽ നമുക്കിത് കാണാം. സ്വന്തം മകനായ അബ്ശലോമിനെ പേടിച്ചിട്ട് ഓടുന്ന ഒരു ദാവീദിനെ. ആ ഓടുന്ന ദാവീദിനെ ഓടിക്കൊണ്ടിരിക്കുമ്പം ദാവീദും അവൻ്റെ ആളുകളും കൂടെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ശിമെയി എന്നു പേരുള്ള ഒരുത്തൻ പുറകെ വന്ന് ശപിച്ചുകൊണ്ട് വരിക. ഇത് രാജാവാണെന്ന് ഓർക്കണം. ഇപ്പോൾ രാജാവായിട്ട് ഇരിക്കുന്ന ആളാണ് ദാവീദ്. ദാവീദിന് കൂടെ ഒത്തിരി പേരുണ്ട് താനും. എന്നാൽ മകൻ അബ്ശലോമിനെ പേടിച്ചിട്ട് ഓടിപ്പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ശിമെയി എന്ന് പേരുള്ള ഒരാൾ വന്നിട്ട് രാജാവിനെ ശപിക്കുകയാണ്. രക്തപാതക, നീച എന്നൊക്കെ വിളിച്ച് ശപിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ ശപിക്കുമ്പം കൂടെ ഈ രാജാവിൻ്റെ കൂടെ രാജാവിൻ്റെ ഭൃത്യന്മാരൊക്കെ ഉണ്ട്. അപ്പം പറയുന്നുണ്ട്, അബീഷായി പറയുകയാണ്, ഞാൻ അവൻ്റെ തല വെട്ടിക്കളയട്ടെ എന്ന്. പക്ഷേ ദാവീദ് പറയുന്ന ഉത്തരമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദാവീദ് പറയുകയാണ്, അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്കാമെന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു, പിന്നെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ത് എന്ന് ആര് ചോദിക്കും. അപ്പം ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ച ഒരാളായിരുന്നു ദാവീദ്. എന്ന് പറഞ്ഞാൽ മകനെ പേടിച്ച് ഓടിപ്പോകുമ്പോഴും ഇവരിവിടെ ഇങ്ങനെ ഈ ഒരു ശിമെയി എന്നു പേരുള്ള ഒരുത്തൻ ശപിക്കുമ്പോഴും ഇതെല്ലാം എൻ്റെ ദൈവം അനുവദിച്ചിട്ടാണെന്നും എനിക്ക് ദൈവം ചില നന്മകൾ ഒരുക്കിയിട്ടുണ്ടെന്നും ഇപ്പം കടന്നു വന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥകൾ വളരെ പ്രതികൂലമായ ഒരു സാഹചര്യമാണ് ദാവീദ് രാജാവിനെ സംബന്ധിച്ച്. കാരണം രാജാവായിരുന്ന ഒരിടത്തു നിന്നാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രതികൂല സാഹചര്യങ്ങളിലോട്ട് ഇറങ്ങേണ്ടി വന്നത്. ഈ മകനെ പേടിക്കേണ്ടതും അവിടെ നിന്ന് ഓടിപ്പോകേണ്ടതുമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ രാജാവായതിനു ശേഷമാണ്. രാജഭരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു ശപിക്കുന്ന ഒരു അനുഭവം ഉണ്ടായത്. എന്നാൽ പോലും വളരെ അതിനെ പോസിറ്റീവായിട്ട് എടുത്ത് എന്താണെങ്കിലും ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് ആ ഭൃത്യന്മാരോട് പറയുന്ന ദാവീദിനെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, ചില നെഗറ്റീവ് അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചീത്ത പറയുമ്പോൾ നമ്മളെന്ത് പറയും? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ച്? ചിലപ്പോൾ നമ്മൾ അവരോട് കയർക്കും, ചിലപ്പോൾ നമ്മൾ അതിനെതിരെ പ്രതികരിക്കും. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെതിരെ നിൽക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ ഇവിടെ ഈ ദാവീദ് എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും അത് ദൈവം അറിയാതെ ഒന്നുമില്ലെന്നും വിശ്വസിക്കുകയും അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിലും നമുക്ക് അങ്ങനെ തന്നെയാകാം, ഇതുപോലെ മാതൃകയാക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നുമില്ല. ആര് നമ്മളെ എന്തു പറഞ്ഞാലും നമ്മുടെ സാഹചര്യം എന്തായാലും നമുക്ക് ദൈവം അറിയാതെ ഒന്നുമില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.